പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാർത്തയായിരുന്നു പാദപൂജയുടെ കാര്യം. സ്കൂളുകളില് കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച അതിലിപ്പോ കാല് കഴുകുന്ന ഒരു നീചം എന്ന് പറഞ്ഞിരുന്നു ആര്, നമ്മുടെ മന്ത്രി ശിവൻകുട്ടി. അപ്പോ അതിന് നമ്മുടെ ഗവർണർ പറഞ്ഞത് ഗുരുപൂജയെ എതിർക്കുന്നത് സംസ്കാരശൂന്യം എന്ന് പറയരുത്. അതായത് പറയുന്നവരെ എതിർക്കുന്നവരാണ് ഈ സംസ്കാരശൂന്യർ എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കാൽ കഴുകുന്നത് നീചമാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതെ, അതായത് ഇത് നടന്നത് ഗുരുപൂർണിമ ദിനത്തിലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ബാലാവകാശ കമ്മീഷൻ സ്വയം കേസും എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുരുപൂജ എന്നുള്ളത് നമുക്ക് ബഹുമാനം, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതല്ലാതെയും പൊതു അറിവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ബഹുമാനത്തിന്റെയോ അല്ലെങ്കിൽ ഗുരുക്കളെ ഇങ്ങനെ അവർ കാണും, ഗുരുക്കളെയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ കാണും അല്ലെ, കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. ആചാരങ്ങളല്ല അടിച്ചേൽപ്പിക്കേണ്ടത്, അറിവാണ്, അറിവാണ്. നമ്മുടെ ചിന്തകൾ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവരൊരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്തകൾ മുളപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഓരോ ഗുരുക്കന്മാരും ഓരോ പാരന്റ്സും ജീവിക്കേണ്ട, മീൻസ് ആ കുട്ടികളെ അങ്ങനെ ആയിരിക്കണം കാണേണ്ടത്.